ചേച്ചി എന്ത് തോന്നുന്നു, ഇത്തരത്തിലൊരു ഡ്യൂട്ടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല ഇല്ല, യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചില്ല. ഇന്നലെ വൈകിട്ടാണ് എന്നോട് പറയുന്നത് എന്നേ ഡ്യൂട്ടി ഒന്ന് കയറണമെന്ന്. പ്രതീക്ഷിച്ചിരുന്നൊന്നുമല്ല. ഇന്നെനിക്ക് യഥാർത്ഥത്തിൽ വേറെ ഷെഡ്യൂളുള്ളതാണ്. എന്നിട്ട് ഇന്ന് പറഞ്ഞത് അപ്രതീക്ഷിതമായിട്ട് വീണ് കിട്ടിയ ഒരു സമ്മാനം പോലെ തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും. ചെന്നൈയിലെ ഫസ്റ്റ് ബസ് കണ്ടക്ടർ ഞാനായിരുന്നു. ഇനാഗ്രേഷൻ ബസ്സിലെ ആദ്യ സർവീസ് ആരംഭിക്കുകയാണ്. ഇന്ന് മുതൽ തന്നെയാണ് എൻ്റെ സർവീസ് ആരംഭിക്കുകയാണ്. ശരിക്കും ഇതിപ്പം പറയുന്നത് ടെക്നോ പാർക്ക് അവിടെ ഉള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെ ടെക്നോ പാർക്കിന് മാത്രമല്ല, ഫസ്റ്റ് ട്രിപ്പ് ഇത് പോകുന്നത് ആറ്റിങ്ങിലേക്കാണ്. ആറ്റിങ്ങിൽ നിന്ന് തിരിച്ച് ട്രിവാൻഡ്രം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ട്രിപ്പ് 2 ട്രിപ്പ് വരുമ്പോഴേക്കും ടെക്നോ പാർക്കിൽ നിന്ന് നമ്മൾ മെഡിക്കൽ കോളേജ് വഴിയാണ് തിരിച്ചു വരുന്നത്. അപ്പം ടെക്നോ പാർക്കിൽ നിന്ന് മെഡിക്കൽ കോളേജ് വരെയുള്ളവർക്കും മെഡിക്കൽ കോളേജിലേക്ക് രാത്രി യാത്ര ചെയ്യുന്നവർക്കും ഒക്കെ പ്രയോജനകരമായ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ശരിക്കും ഈ ഒരു പുതിയ സർക്കാർ വന്നതിന് ശേഷം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, സ്കൂൾ ബസ്സിൽ, അതായത് കോളേജ് വിമൻസ് കോളേജിൽ ലേഡീസ് ഒള്ളി ബസ്സുകളുണ്ട്. അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ബസ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിന് മുന്നേ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു, അന്ന് ഇതേപോലെ തന്നെ പിങ്ക് ബസ് എന്ന് പറഞ്ഞൊരു സർവീസ്, സർവീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേര്, കറക്റ്റ് പിങ്ക് കളറിലുള്ള ഒരു ബസ് കുറച്ച് സർവീസ് തുടങ്ങിയിരുന്നു. പക്ഷേ അന്നത് വലിയതായിട്ട് സ്വീകാര്യപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് ആ പിങ്ക് ബസ് പിന്നെ നിർത്തലാക്കിയത്. ഇപ്പോൾ വീണ്ടും ഇങ്ങനെയൊരു സർവീസ് തുടങ്ങി പരീക്ഷിക്കുകയാണ്. സ്ത്രീകൾ ഇതിനെ സ്വീകരിച്ചാൽ എനിക്ക് തോന്നുന്നു പ്രിയദർശിനി ഇരു കൈ നീട്ടിയാണ് ഇപ്പോഴത്തെ സ്ത്രീകൾ സ്വീകരിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോളേജ് വിദ്യാർത്ഥികളടക്കം വയോധികരായ അമ്മമാർ വരെയും ഈ പ്രിയദർശിനി, അതെ, ഞാൻ എൻ്റെ നാട്ടിൽ പോയ സമയത്താണെങ്കിൽ പോലും പ്രിയദർശിനിയിൽ കയറാനായിട്ട് ഇടിച്ചു കയറുകയാണ് ആൾക്കാർ. അവിടെ നടത്തുന്ന റൂട്ട് മൊത്തം പ്രിയദർശിനി ബസ്സുകളാണ്. അപ്പം ഇതിനും അതെ, അതുകൊണ്ട് അത് ശരിക്കും സർക്കാരിൻ്റെ ഒരു വിജയമാണെന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും പ്രിയദർശിനി വൻ വിജയമാണെന്നേ പറയാൻ പറ്റുള്ളൂ, ചെറുതല്ല, വൻ വിജയം. കാരണം യാത്രക്കാരുടെ എണ്ണത്തിൽ വളരെയധികം വർധനവുണ്ടായിട്ടുണ്ട്. എന്തായാലും നല്ലതായിട്ട് പോരട്ടെ എന്ന് ആശംസിക്കാൻ. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലാവട്ടെ. കാരണം രാത്രി സർവീസുകൾ, ഇതുപോലെയുള്ള സർവീസുകൾ വളരെ കുറവാണ്. സൂപ്പർ ഫാസ്റ്റ് സൂപ്പർ ക്ലാസ് സർവീസുകൾ മാത്രമാണ് ഒരു 8-9 മണി കഴിഞ്ഞാൽ പിന്നെ ഓടുന്നത്. അത് മാത്രമല്ല, അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഇടറൂട്ടിൽ കൂടി രാത്രി 10 മണിക്ക് ശേഷം ഒരു സർവീസ് എന്ന് പറയുന്നത് തീർച്ചയായും പ്രയോജനകരമായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലാണെങ്കിൽ ഊബർ സർവീസുകളൊക്കെ വളരെയധികം അപകടം പിടിച്ച സർവീസുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ അപേക്ഷിച്ച് നോക്കുമ്പം KSRTC ഇത്തരം ഒരു പദ്ധതി കൊണ്ടുവന്നത് നല്ല കാര്യം തന്നെ. തീർച്ചയായിട്ടും. കാരണം ഞാൻ അതാണ് പറഞ്ഞത്,